Hello, I am Aisha and this is my first day in my life ever. ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഇത് തുടങ്ങുന്നത് കറക്റ്റ് 1:30 ബിക്കോസ് ഞാനും ഉമ്മയും ഇന്ന് നല്ലൊരു പണിക്ക് വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അകത്തേക്ക് കയറാൻ കുറച്ച് നേരം വൈകി. വന്നപ്പം തന്നെ ഞാൻ കുറച്ച് നേരം ഫോൺ കളിച്ച ശേഷം എൻ്റെ ഒരു കുഞ്ഞി കൊട്ടുണ്ട്, എൻ്റെ ഡ്രസ്സ് മാത്രം ഇട്ടേക്കണം, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഞാൻ സ്കൂളിൽ പോയില്ല, അപ്പോൾ സമയം വെറുതെ കിടക്കുകയാണ്, നല്ല യൂറിൻ പെയിനാണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച്, ഇത് കണ്ടില്ലേ ബാഗൊക്കെ അൽമാരയിൽ കിടക്കേണ്ട ബാഗ് ഉള്ളത് കൊട്ടയിലാണ്. ഈ ബാഗ് അൽമാര ഉണ്ടാകും നിങ്ങൾ വിചാരിക്കരുത് എന്താ ബാഗും ബുക്കും ഒക്കെ അൽമാര, ഇത് അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടി ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ. അതായത് ഈ ബുക്ക് പിന്നെ ചില ഡ്രസ്സൊക്കെ ഉണ്ട്, അത് വേറെ. പിന്നെ ഞാനെല്ലാം കൊട്ടയിലേക്കാക്കി. ആ അടി കിടക്കണം കേട്ടോ എൻ്റെ സ്കൂളത്തെ ബാഗ് കൊട്ടയിലാക്കി. ആ ചെറുതാണ് എൻ്റെ കൊട്ട. പിന്നെ ഞാൻ അൽമാരയിൽ വെക്കാനുള്ള 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതെടുത്ത് അൽമാരയിൽ വെക്കണം എന്നായിരുന്നു. അപ്പം ഞാൻ എന്തിനോ ഒന്ന് ആട്ട് പോയി വെള്ളം കുടിച്ച്, യൂറിൻ പെയിനാണല്ലോ, നല്ല വെള്ളം കുടിക്കണം. അത് പോയി മടക്കി വെച്ച് അൽമാരയിലേക്ക് കൊണ്ടുവച്ച്. പിന്നെ ഞാൻ സമയമുള്ളതുകൊണ്ട് ഉമ്മാടെന്തോ പണിയിലാണ്, കുറേ ഗെയിം കളിച്ച്. ഇത് ഹിൽ ക്ലൈമ്പിങ് ഗെയിമാണ്, എനിക്കിഷ്ടമാട്ടോ ഈ ഗെയിം. ഇത് ഞാൻ കുറച്ച് നേരം കളിച്ച ശേഷം അവിടെ ഒരു തട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളത്, അപ്പം അതൊക്കെ ഒന്ന് കണ്ടപ്പോൾ വൃത്തിയാക്കി വെച്ച് വെറുതെ. പിന്നെ അമ്മ പറഞ്ഞു മോളെ കറിവേപ്പില പോയി പറിച്ചുകൊണ്ട് വരും. അപ്പം ഞങ്ങൾ അവിടെ തന്നെ ഉള്ളൊരു കറിവേപ്പില പോയി മൂക്കാത്ത കുറേ എണ്ണം പോയി പറിച്ച് അമ്മക്ക് കൊടുത്ത്. അമ്മ പറഞ്ഞത് പോരാ മോളെ നല്ലത് പോയി പറിച്ച് വേണം. അങ്ങനെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയത് ഏതോ 2-3 എണ്ണം കൊണ്ടുപോയി നമുക്ക് പറിച്ചെടുത്ത്. സംഭവം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ മനോ പറഞ്ഞു സാമ്പാർ എനിക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും എനിക്ക് സാമ്പാർ മാത്രം മതി പറഞ്ഞു. എനിക്ക് സാമ്പാറിന് അത്രക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ കുളിച്ചൊക്കെ വന്ന് ചോറുണ്ണാനിരുന്നപ്പം ദേമ്മ സാമ്പാറും എൻ്റെ ഫേവറേറ്റ് ഉണക്കൽ മീനും സ്രാവ് പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുണ്ടാക്കി വേറെ ഒന്നും വേണ്ട. സ്രാവ് ഞാൻ പച്ചക്ക് വേണമെങ്കിലും തിന്നും, അതായത് പച്ചക്ക് ഉദ്ദേശിച്ച് ചോറിന് കൂട്ടാതെയും തിന്നും. പിന്നെ ഫുഡ് കഴിച്ച് ഞാൻ നേരെ പോയത് മേത്തലോട്ടാണ്. മേത്തൽ എൻ്റെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചയുണ്ട്, അത് ഈ അടുത്തൊരു ദിവസം പെറ്റിട്ടുണ്ടായിരുന്നു. അതിന് 4 നല്ല പൂച്ചക്കുട്ടികളും ഉണ്ടായി. അപ്പം അതിൻ്റെ റൂമിലാണ് ഇപ്പം ഉള്ളത്. മുമ്പ് അവിടെ അപ്പുറത്ത് തന്നെയുള്ള റൂമിലേനും. അപ്പം അതിൻ്റെ റൂമിലേക്ക് സ്ഥലം മാറി വന്ന് എൻ്റെ കഷ്ടകാലമാണ്. ബിക്കോസ് എൻ്റെ റൂമൊക്കെ അലങ്കോലാക്കിയിടും. ഇതാണ് ഞാൻ ആ പൂച്ചക്കുട്ടികളെയും തള്ളൻ്റെയും കാൽപ്പാത ഞാൻ പ്രിൻ്റ് എടുത്ത്. ഇത് എനിക്ക് ബർത്ത്ഡേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്ന ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ, അതെനിക്ക് നല്ല മെമ്മറബിളാണ്. ഇത് കണ്ടില്ലേ പൂച്ചക്കുട്ടികൾ മാറ്റി വെച്ചതാണ്, ഇങ്ങനെ ആക്കി വെച്ച്. ഞാൻ ഇന്നലെ വരെ നല്ല വൃത്തിയാക്കി വെച്ച റൂമാണ്. ഇതിൽ ഞാൻ ക്രാഫ്റ്റ് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാറില്ല കേട്ടോ ഇവിടുന്ന്, കാരണം അതൊരു കട്ടിയിലാണ്. ഞാൻ എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമല്ല, ഈ പൂച്ച രാവിലെ ആകുമ്പോഴേക്ക് നോക്കിയാൽ നല്ല അലങ്കോലാക്കിയിട്ടുണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, അതൊക്കെ തട്ടിക്കളിയാം. കണ്ടില്ലേ പൂച്ച കുട്ടികളവിടെ തല്ലുകൂടുക, അമ്മ അവിടെ നക്കി തുടച്ച് വലിഞ്ഞ് കളിക്കുകയാണ്. കണ്ടില്ല നല്ല അടിയാണ്, ഇടയ്ക്കിടയ്ക്ക് നല്ല അടിയാണ്. എന്നാലും തള്ള അതൊന്നും ശ്രദ്ധിക്കൂല, തള്ളപ്പൂച്ച കണ്ടില്ലേ നല്ല നക്കിയും തുടച്ചുമൊക്കെ ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോഴും അവിടെ തല്ലെന്നെ. ഞാൻ വരച്ച എൻ്റെ ചിത്രങ്ങളൊക്കെ അവിടെ നിലത്തെത്തിയിട്ടുണ്ട്. അൽമാരമേൽ ഞാൻ തൂക്കിയിട്ട സംഭവം എങ്ങനെ അത് അവിടെ എത്തിയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇത് ഞാൻ എൻ്റെ കസിൻസ് വന്നപ്പം ഞാൻ അവളുടെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്ന ടെക്സ്ചർ ആർട്ടാണ്. ഈ ബ്ലൂ എന്തോ കൊളായിട്ടുണ്ട്. പിന്നെ നല്ല കാറ്റടിച്ചപ്പം ഞാൻ എന്ത് ചെയ്ത് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ കാറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിൽ കുറച്ച് കാണുള്ളൂ, അതിൽ നല്ല രീതിക്ക് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കഥ പഠിക്കാനുണ്ടായിരുന്നു ഒരു പരിപാടിയിലേക്ക്. അത് പഠിച്ച ശേഷം സ്നാക്സ് തിന്നാൻ വേണ്ടി ഞാൻ പോയപ്പം ഉമ്മ അവിൽ കുഴച്ചുണ്ടാക്കിയിട്ടുണ്ട്. അവിൽ കുഴച്ചതും ശർക്കരയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ഉണ്ടാക്കി. അതും കട്ടൻ ചായയും കുടിച്ച ശേഷം ഞാൻ നേരെ നിസ്കാര പരിപാടിയിലേക്കാണ് പോയത്. നിസ്കാരം കഴിഞ്ഞ് വേഗം ഖുർആൻ ഓതി. പാത്രമൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, പിന്നെ കുറച്ചൊക്കെ പഠിക്കണമല്ലോ. അപ്പം ഞാൻ മദ്രസയിലേക്ക് എഴുതാനുണ്ടായിരുന്നു, അത് പോയി എഴുതി. നല്ല ജലദോഷമുണ്ട്. പിന്നെ പോയി കിടന്നുറങ്ങി കേട്ടോ, ഫുഡ് കഴിച്ച് വേഗം പോയി കിടന്നു.